സൂപ്പർ താര പദവി എന്നൊന്നുണ്ടെങ്കിൽ അത് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കാലം കൈയടക്കി വെച്ച നടന്മാരാണ് മമ്മൂട്ടിയും മോഹൻലാലും. പലപ്പോഴും ആ താരപദവിയുടെ പേരിൽ ഇവർ രണ്ടുപേരും വിമർശിക്കപ്പെടാറുണ്ട്. ചെറിയ നാക്കുപിഴകൾ പോലും സോഷ്യൽ മീഡിയയിൽ ട്രോളുകളായും ഹെയ്റ്റ് ക്യാമ്പയിനായും വളർന്നു പന്തലിക്കാറുണ്ട്. അവരാ പദവികളൊന്നും ഒരൊറ്റ ദിവസം കൊണ്ട് നേടിയെടുത്തതല്ല. കഠിനാധ്വാനം കൊണ്ട്, അർപ്പണബോധം കൊണ്ട്, നിരന്തര പ്രയത്നം കൊണ്ട് വളർന്നു വന്നവർ. ആ വളർച്ചയിലേക്കുള്ള വഴിയിൽ കയ്പ് നിറഞ്ഞ, പിന്നോട്ട് തള്ളുന്ന നിരവധി അനുഭവങ്ങളും അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അത്തരം ഒരു അനുഭവം പറയാം. മഹാരാജാസ് കോളേജിൽ മമ്മൂട്ടി പഠിക്കുന്ന കാലത്ത് അന്നും പിന്നീടും പല മേഖലയിൽ പ്രശസ്തരായ പലരും അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. കഥാകാരി ഗ്രേസി, തിരക്കഥാകൃത്ത് ജോൺ പോള്, മാധ്യമപ്രവർത്തകനും പൊതുപ്രവർത്തകനുമായ സെബാസ്റ്റ്യൻ പോൾ തുടങ്ങി നിരവധി പേർ. ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് ഇന്ന് കാണുന്ന മമ്മൂട്ടിയിലേക്ക് മഹാരാജാസിലെ മുഹമ്മദ് കുട്ടി എന്ന വെളുത്തു മെലിഞ്ഞ ആ ചെറുപ്പക്കാരൻ പരിണമിക്കുമെന്ന് അയാളുടെ അടുത്ത സുഹൃത്തുക്കൾ പോലും അന്ന് കരുതിയിട്ടുണ്ടാവില്ല. ഗ്രേസി കേരള കൗമുദിയിൽ എഴുതിയ ഒരു ലേഖനത്തിൽ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിനായി പലതും കാട്ടിക്കൂട്ടുമായിരുന്ന മുഹമ്മദ് കുട്ടി പിന്നീട് മമ്മൂട്ടിയായത് വലിയ വിസ്മയത്തോടെയാണ് ഓർത്തെടുക്കുന്നത്. ഗ്രേസിയും ജോൺ പോളും ഒക്കെ തന്നെ അക്കാലത്ത് കലാലയത്തിൻ്റെയും അധ്യാപകരുടെയും ഒക്കെ കണ്ണിലുണ്ണികളായിരുന്നു. ചമയങ്ങളെന്ന മമ്മൂട്ടിയുടെ ആത്മകഥ വായിക്കുമ്പോൾ അത്തരം പ്രോത്സാഹനങ്ങളൊന്നും പാപ മമ്മൂട്ടിക്ക് കിട്ടിയതായി തോന്നുന്നില്ല. കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ പത്രപരസ്യങ്ങൾ കണ്ട് സിനിമയിൽ അവസരങ്ങൾ തേടി ഏതറ്റം വരെയും അലഞ്ഞു നടക്കുമായിരുന്നു മമ്മൂട്ടി. ഒരു രാവും പകലും മുഴുവൻ ഭക്ഷണം കഴിക്കാതെയും വെയിൽ കൊണ്ടും കാത്തു നിന്നാണ് അനുഭവങ്ങൾ പാളിച്ചകളിലെ ആദ്യ വേഷം മമ്മൂട്ടിക്ക് കിട്ടുന്നത്. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ മമ്മൂട്ടിയോട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ചോദിച്ചു, നമ്മുടെ ജോൺ പോൾ ഇപ്പോൾ സിനിമകളിലൊക്കെ തിരക്കഥ എഴുതി കത്തിക്കയറി വരികയാണ്, നിനക്ക് അവനോടൊരു ചാൻസ് ചോദിച്ചുകൂടെ? മമ്മൂട്ടിയുടെ സീനിയറായി പഠിച്ചയാളാണ് ജോൺ പോൾ. തനിക്കൊരു ചാൻസ് കിട്ടുന്നതിന് വേണ്ടി കഴിയുന്ന സഹായം ജോൺ പോൾ ചെയ്യുമെന്ന് മമ്മൂട്ടിയും വിശ്വസിച്ചു. ഒരു തിരക്കഥാകൃത്ത് എന്ന നിലയിൽ ജോൺ പോൾ വളരുന്നത് മമ്മൂട്ടിയും ശ്രദ്ധിച്ചിരുന്നു. അന്വേഷിച്ചപ്പോൾ അയാൾ കാനറ ബാങ്കിൽ ക്ലർക്കായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോളേജിൽ തൻ്റെ സതീർത്ഥ്യനായ ജോൺ പോളിൻ്റെ മുൻപിൽ തൻ്റെ കാര്യങ്ങൾ അവതരിപ്പിച്ച് വിശ്വാസ്യത നേടിയെടുക്കുക എളുപ്പമാണെന്ന് മമ്മൂട്ടി കരുതിയിട്ടുണ്ടാവണം. ബാനർജി റോഡിലുള്ള കാനറ ബാങ്കിൻ്റെ ശാഖയിലേക്ക് വളരെ ഉത്സാഹത്തോടു കൂടിയാണ് ആ ചെറുപ്പക്കാരൻ കടന്നു ചെന്നത്. ജോൺ പോളിനോട് താൻ മുഹമ്മദ് കുട്ടിയാണെന്നും സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് തേടി വന്നതാണെന്നും വലിയ സ്വപ്നങ്ങളോടെ മമ്മൂട്ടി പറഞ്ഞു. എന്നാൽ ജോൺ പോളിൻ്റെ പ്രതികരണം മമ്മൂട്ടിയെ ഞെട്ടിച്ചു. താൻ തിരക്കിലാണെന്നും ഇപ്പോൾ സംസാരിക്കാൻ സമയമില്ലെന്നും ജോൺ പോൾ പറഞ്ഞു. ഫ്രീ ആകുന്നതുവരെ താൻ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് വിസിറ്റേഴ്സിന് ഉള്ള തടിബെഞ്ചിൽ മണിക്കൂറുകളോളം ഇരുന്നു ആ അഭിനയമോഹി. എന്നാൽ പതിയെ പതിയെ തനിക്ക് മുഖം തരാതെ തന്നെ ഒഴിവാക്കുന്ന പഴയ സഹപാഠിയുടെ മുൻപിൽ നിരാശനായി തോറ്റുമടങ്ങേണ്ടി വന്നു മമ്മൂട്ടിക്ക്. പിന്നെ ഒരിക്കൽ കാർട്ടൂണിസ്റ്റ് യേശുദാസിൻ്റെ കത്തുമായി അന്നത്തെ പ്രശസ്ത സംവിധായകൻ ചന്ദ്രകുമാറിൻ്റെ ലൊക്കേഷനിൽ ഇതേ ജോൺ പോളിനെ കാണാൻ വീണ്ടും മമ്മൂട്ടി എത്തി. മുൻപത്തെ പോലെ തന്നെ നിരാശയായിരുന്നു ഫലം. സ്വന്തം നിലയിൽ പിന്നെയും അവസരങ്ങൾക്ക് വേണ്ടിയുള്ള യുദ്ധം തുടർന്നു മമ്മൂട്ടി. ആ യാത്രയിൽ ഒപ്പം നിന്നവരുണ്ട്, കൈപിടിച്ചവരുണ്ട്, കാർക്കിച്ച് തുപ്പിയവരുണ്ട്. ഉള്ളിലുള്ള അഭിനയദാഹം ആർക്കും തടുക്കാനാവാത്ത വിധം മമ്മൂട്ടിയിൽ വളർന്നു. മമ്മൂട്ടിയുടെ മെഗാ ഹിറ്റ് ചിത്രമായ അതിരാത്രത്തിന്, ക്ലാസിക്കൽ മൂവിയായ യാത്രയ്ക്ക്, ഇവയ്ക്കൊക്കെ തിരക്കഥ എഴുതിയത് അതേ ജോൺ പോൾ ആണെന്നതാണ് മറ്റൊരു വൈരുദ്ധ്യം. ഒരുപക്ഷെ ജോൺ പോളിനെ കാലം തന്നെ അതിന് നിയോഗിച്ചതായിരിക്കാം. ആദ്യമാദ്യം ലൊക്കേഷനുകളിൽ വെച്ച് പരിചയം ഭാവിക്കാതെയിരുന്ന മമ്മൂട്ടി ഒരിക്കൽ ജോൺ പോളിനോട് നേരിട്ട് പഴയ കാര്യങ്ങൾ ചോദിച്ചു. അതിന് വിചിത്രമായ ഒരു മറുപടിയാണ് ജോൺ പോൾ നൽകിയത്. കാനറ ബാങ്കിൽ വന്ന മുഹമ്മദ് കുട്ടിയെ ഓർമ്മയുണ്ട്. മഹാരാജാസ് കോളേജിൽ പഠിച്ച തൻ്റെ സതീർത്ഥ്യനായ മുഹമ്മദ് കുട്ടിയെ ഓർമ്മയുണ്ട്. കാർട്ടൂണിസ്റ്റ് യേശുദാസിൻ്റെ കത്തുമായി വന്ന ആളെയും ഓർക്കുന്നുണ്ട്. പക്ഷേ ഇത് മൂന്നും ഒരാളാണ് എന്ന് അറിയില്ലായിരുന്നു. ബാങ്കിൽ വന്ന മമ്മൂട്ടിയോട് ക്യാഷ്യറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന തനിക്ക് കടുത്ത ജോലി തിരക്ക് മൂലമാണ് സംസാരിക്കാൻ കഴിയാതെ പോയത്. ഇങ്ങനെയൊക്കെ പോകുന്നു അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ. 80കളിലെ മികച്ച തിരക്കഥാകൃത്തുക്കളിൽ ഒരാളാണ് ജോൺ പോൾ. പക്ഷേ സിനിമയുണ്ടായ കാലത്ത് പോലും പ്രേക്ഷകർക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വിചിത്രവാദങ്ങളല്ലേ ജോൺ പോൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതെന്തായാലും ഇച്ഛാശക്തിയും അവനവൻ്റെ കഴിവിലുള്ള ആത്മവിശ്വാസവും
നിരുത്സാഹപ്പെടുത്തലുകളെ അതിജീവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ വിജയത്തിൻ്റെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ടാവും. അതാണ് ഇത്തരം അനുഭവങ്ങളിലൂടെ മമ്മൂട്ടി തെളിയിച്ചത്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.